ദൈവത്തിൻ്റെ തിരുനാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം ഇടയാക്കിയ വൻ കൃപകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ വീഡിയോകൾ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നെയും കാണുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ നാൾ നാം ചിന്തിച്ചത് ഹാനോക്കിനെ കുറിച്ചാണല്ലോ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഇത് ഒരു സർവകാല റെക്കോർഡാണ്. 365 വർഷത്തെ ആയുസ്സിൽ ഹാനോക്ക് 300 വർഷവും ദൈവത്തോട് കൂടെ നടന്നു. എങ്ങനെയാണ് അവർ ദൈവത്തോട് കൂടെ നടന്നത്? 2 പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ എന്ന് ആമോസ് പ്രവാചകൻ ചോദിക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദൈവത്തോട് കൂടെ നടന്നതായി നോഹയെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നോഹ ഹാനോക്കിന്റെ കൊച്ചുമകനായിരുന്നു. ദൈവമക്കൾക്ക് മാത്രമേ ദൈവത്തോട് കൂടെ നടക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവാത്മാവ് അവരെ നേർവഴിയിൽ നടത്തുന്നു. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവർ എല്ലാം ദൈവമക്കളാണ്. അങ്ങനെ യേശുവിനെ കൈക്കൊണ്ടവർ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. നാം ദൈവത്തോട് കൂടെ നടക്കുന്നുവോ എന്ന് ഇന്ന് പകൽക്കാലം പരിശോധിക്കുക. ഓരോ ക്രിസ്തീയ വിശ്വാസിയെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമുക്കതിനൊന്നും കഴിയാറില്ല. പലപ്പോഴും നാം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്, പ്രതികൂലങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു പൈതലിന് പറയുവാൻ കഴിയും, ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെയാണ് നടക്കുന്നത്. ഇന്നും നമുക്കതിനു വേണ്ടി മുൻകൈയിലെടുക്കാം. നമുക്ക് നമ്മുടെ കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കാം. പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ നമ്മെ കൈവിടാത്ത ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ഈ കൈവിടാത്ത ദൈവം നമ്മോട് കൂടെ ഇരുന്ന് ഇന്നും നമ്മെ വഴി നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.